ഹലോ ഗൈസ്, നമ്മളിവിടെ ചേച്ചിനെ മുടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, മുടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ മൈക്കും പിടിച്ച് നോക്കിക്കാണ്. ഹായ് സുന്ദരീസ്, ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ഹെയർ മേക്ക് ഓവർ വീഡിയോ ആണ്. ബർത്ത്ഡേ പ്രമാണിച്ച് എൻ്റെ ഡ്രസ്സും പ്രമാണിച്ച് ഒരു ഹെയർ മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലോങ് ഹെയർ തന്നെയാണ് ഒരു കട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ ഹെയർ വാഷ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, കാരണം ഞാനായിട്ട് പ്ലാൻ ചെയ്തതല്ല, എൻ്റെ മുഖത്തിന് ചേരുന്ന ഒരു സാധനങ്ങളൊക്കെയാണ് ചേച്ചി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ചെറുപ്പം മുതലേ ചേച്ചിയാണ് എൻ്റെ ഹെയർ കട്ടൊക്കെ ചെയ്യുന്നത്. സോ ഇതാണ് ക്യാമറാമാൻ കുഞ്ഞൻ അവിടെ വെറുതെ മൈക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. ചേച്ചി എൻ്റെ മുഖത്തിന് മാച്ച് ആയിട്ടുള്ള ഒരു ഹെയർ കട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ ഹെയർ കട്ടിലേക്ക് കിടന്നു. അതിനുശേഷം എന്നെ ട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർ. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, എനിക്ക് മുടിക്ക് തീരെ ഉള്ളല്ലോ, ഒരു ഉള്ളു കുറവാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഹെയറിന് ഞാൻ തന്നെ എനിക്ക് ആർഭാടമായിട്ടൊരു കോംപ്ലിമെൻ്റ് അങ്ങ് കൊടുക്കും. ഓണാക്കി ഞാൻ എന്നെക്കാട്ട് ഒരു മാസം ഇളയതല്ലേ, ഒരു മാസം ഇളയതാ. ഫെദറും ലൈക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു ഹെയർ കട്ട് തന്നെ ചേച്ചി സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഇന്ന് രാത്രി ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോകാനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു 2 hours കൊണ്ട് എല്ലാം സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഹെയർ കട്ട് ചെയ്യുന്നത് ഈ ചേച്ചി തന്നെയാണ്. ചേച്ചി ഞാൻ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ 10ാം ക്ലാസ് മുതലുള്ള ബന്ധമല്ല, മെയിനായിട്ട് 10ാം ക്ലാസ് മുതലുള്ള ബന്ധമാണ്. ചേച്ചിയുടെ മോളും ഞാനും ഒരുമിച്ച് 10ാം ക്ലാസ് മുതൽ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. കുറച്ച് 5 മണിക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് വിടുള്ളൂ. അതായത് ഈ വീട്ടിലെ കഞ്ഞി കുടിച്ചാൽ വളർന്നു. ഓക്കെ, 5 മണിക്ക് വിടുന്നത് എന്ത് കൊടുക്കാനാ? പക്ഷെ ഇവര് അത് പഠിച്ചതുകൊണ്ട് നന്നായി പോയി. പിന്നെ വേറൊരു കാര്യം, സോഷ്യൽ സയൻസ് ആണ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അതിന് ഇവര് പ്രത്യേക പേഴ്സണൽ ട്യൂട്ടറെ വെച്ച് A+ മേടിച്ച് തന്നു. ഈ പറഞ്ഞ കഥകളൊക്കെ പഴയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th സ്റ്റാൻഡേർഡിൽ ഞാനും ശ്രദ്ധയായിരുന്നു കമ്പൈൻ സ്റ്റഡി. ശ്രദ്ധ പണ്ടത്തെ കളിക്കൂട്ടുകാരിയാണ്. ഇപ്പം ആകെ ജോലിയൊക്കെ കിട്ടി സെറ്റാണ് ബാംഗ്ലൂർ. അപ്പോൾ അവളുടെ അമ്മയാണ്, ശ്രദ്ധയുടെ അമ്മയാണ് ഈ സുനിത ആൻറ്റി എന്ന് പറയുന്നത്. പുള്ളിക്കാരിയുടെ പാർലറിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി ബ്യൂട്ടി പാർലർ എന്നാണ് ലൊക്കേഷൻ വരുന്നത്. വെള്ളിമാടുകുന്ന് NG കോട്ടേഴ്സിന്റെ എടുത്തായിട്ടാണ്. അതിനുശേഷം കുഞ്ഞൻ എന്തിനാണ് പാർലറിന്റെ ഭംഗിയൊക്കെ നോക്കി ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഹെയർ കട്ട് എന്നൊക്കെ വരുന്ന വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ മുടി പോകുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമാവാം. ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ആണ് ഷോർട്ടാക്കിയത്. ബാക്കിൽ ഞാൻ തീരെ ഷോർട്ടാക്കണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനെ ഹെയർ കട്ടൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാർക്ക് അവിടെ സദ്യക്കാളും കുഞ്ഞിലെ മാർക്ക് അങ്ങനെ കടന്ന് രാത്രിയൊക്കെ വിളിച്ചു പറയാൻ പഠിച്ചില്ല. പരീക്ഷ കഴിയുന്നതിനല്ലായിരുന്നു. അങ്ങനെ ഹെയർ കട്ടിങ് ഹെയർ സെറ്റിങ്ങിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള. സോ ലെറ്റ്സ് സീ. സോ അതിനുശേഷം വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളതുകൊണ്ട് എനിക്കൊന്ന് കേളൊക്കെ ചെയ്ത് തരുന്നുണ്ട്, സ്റ്റൈൽ ചെയ്ത് തരുന്നുണ്ട് ചേച്ചി. അപ്പം നമുക്കിനി ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പൊ ഇതാണ് ഏകദേശം ഫൈനൽ ലുക്ക്. ശരിക്കും ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ത്രെഡിങ്ങിലേക്ക് പോയി, കാരണം സമയം ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇറങ്ങണമായിരുന്നല്ലോ. സോ അതിനുശേഷം ത്രെഡിങ് ഒക്കെ ചെയ്തു. അപ്പർ ലിപ്പൊക്കെ കുറച്ച് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് പേഴ്സണലി. ആൻഡ് കാർ ഞങ്ങളൊരു കാട്ടിലാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് ആ കാട്ടിൽ നിന്ന് ഞങ്ങൾ കാർ എടുക്കാൻ പോവാണ്. നീ എന്താ നന്നായിട്ട് നിക്കുന്നേന്ന്? അയ്യോ, ലൈറ്റ് നല്ല കൊള്ളാ. നല്ല 2 ഫോട്ടോ എടുക്കായിരുന്നല്ലേ. ബാക്ക് സൈഡ് ഏകദേശം ലെയറാണ്, ഫ്രണ്ട് ആണ് ഇതൊരു കോംബോ പോലെ. എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെയർ കട്ടൊക്കെ ഞാൻ 2 സ്റ്റൈലായിട്ട് 2 നടത്തൊക്കെ നടക്കുന്നുണ്ട്. സോ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഹെയർ കട്ട് മേക്ക് ഓവർ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ എവ്രി വൺ, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.